ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുത്താലോ? വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ആ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് റണ്ണിങ് ആണ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ ഈ സ്ലിപ്പ് നോട്ട് ചെറുതാവും. എന്നിട്ട് നമുക്കൊരു 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4. ഇവിടെ ഞാൻ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു സെൻറ്റർ ഒരു ഹോൾ കിട്ടും സെൻറ്ററിൽ. ഈ ഒരു ഹോളിലാണ് നമ്മൾ ഇനിയുള്ള വർക്കുകൾ ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4. 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. കണ്ടോ, ഹുക്കിൽ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ആദ്യം നമ്മൾ ചെയിൻ 4 ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 പ്രാവശ്യമാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമ്മളിവിടെ 3 പ്രാവശ്യം ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 1 2 3 4 4 ചെയിന് ഇവിടെ ചെയ്ത് കൊടുക്കുക. 4 ചെയിൻ ചെയ്തതിന് ശേഷം ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഒരു വിങ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഒന്നും കൂടി ചെയ്തെടുക്കാം. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും നമുക്ക് 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക്
സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മുഴുവനും ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ബട്ടർഫ്ലൈൻ്റെ 2 വിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 3 ചെയിൻ സ്റ്റിച്ചിന് ശേഷം 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഒരു യാൺ വർക്ക് ചെയ്ത് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ വർക്ക് ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ വർക്ക് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ വർക്ക് ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ടോട്ടൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. 3 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും നമുക്കൊരു 3 ചെയിനും കൂടി ചെയ്ത് കൊടുക്കാം. 1 2 3 ചെയിൻ ചെയ്യാം. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്ലീപ്പ് സ്റ്റിച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടാത്തവർ അത് നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോൾ 3 വിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഇനി ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. One, 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 3 ചെയിനും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തു. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളെ ഹുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് യാണിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ 4 ചെയിനും 3 ഡബിൾ ക്രോഷ്യം 4 ചെയിൻ അങ്ങനെ ചെയ്തു. ഇവിടെ ഈ താഴെ ഭാഗത്ത് നമ്മൾ 3 ചെയിനും 3 ഡബിൾ ക്രോഷ്യം 3 ചെയിനും ചെയ്ത് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ 2 വിങ്സ് മുകളിലും 2 വിങ്സ് താഴെയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചെയിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് സെൻറ്ററിലൂടെ എടുത്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു യാണ് രണ്ടും കൂടി നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കെട്ടി കൊടുത്തിട്ടുള്ള ബാലൻസ് ഉള്ള യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ഇതാണ്, ബട്ടർഫ്ലൈൻ്റെ ഒരു പാറ്റേൺ. ഇനി നമ്മൾ സെയിം കളറിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളറ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ്, പിങ്കിനേക്കാളും ഈ ഇപ്പോൾ ചെയ്ത ലൈറ്റ് പിങ്കിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് യാണ് ഇങ്ങനെ അധികം എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 വലിയ ഭാഗം മുകളിലേക്കും 2 ചെറിയ ഭാഗം താഴേക്കും ആയിട്ട് നമ്മൾ ത്രിപിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് മുകളിലേക്കും
DC ചെയ്ത സ്റ്റിച്ച് താഴേക്കുമായിട്ട് ഇങ്ങനെ നമ്മൾ 2 ഫിംഗറിനെ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം കുറച്ച് ടൈലിൻ്റെ ഒരു ബാലൻസ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിലൂടെ ഇങ്ങനെ കുറച്ച് യാൺ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. 1 2 3 4 5 ഞാനിങ്ങനെ 5 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ യാണ് ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2 യാണും ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. ഈ 2 യാണും നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. ഒരു പ്രാവശ്യം കൂടി കെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ യാൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഇതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ക്യൂട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാറ്റേണും കൂടിയാണിത്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് കളേഴ്സിൽ നമുക്കിത് ഹെഡ് ബാൻഡിലോ അല്ലെങ്കിൽ ക്ലിപ്പിലോ അല്ല ഫ്രോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്രോക്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഭയങ്കര നല്ലൊരു ഭംഗി കിട്ടും. ഈ ഒരു ഇത് ബട്ടർഫ്ലൈ ചെയ്താൽ പിന്നെ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ നോക്കിയിട്ട് സ്റ്റിച്ചസ് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. അതിന് ശേഷം വർക്ക് ചെയ്യുക. വീഡിയോ ഓൺ ആക്കിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.